ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ തുടങ്ങാനായിട്ട് ഞാൻ ആദ്യമായി തിരഞ്ഞെടുക്കുന്നത് ഉക്കാള ചന്ത എന്ന് പറയുന്ന ചന്തയാണ്. ആ ചന്തയിലാണ് ഉമറിന്റെ എല്ലാ തെമ്മാടിത്തരങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരുന്നത്. ആ ചന്തയിലാണ് ഉമറിന്റെ എല്ലാവിധ മോശതരമാകുന്ന പ്രവർത്തനങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമായിട്ടില്ല. ഉമർ തങ്ങളല്ല പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നിട്ടില്ല. പടച്ചവനെ, ഉക്കാള ചന്ത എന്ന് പറയുന്നത് ചന്തയുണ്ട് പ്രിയമുള്ളവരെ. ആ ചന്തയിലേക്ക് ഒരു തെമ്മാടി ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു ഗുസ്തി മത്സരത്തിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വില്ലൻ ഇങ്ങനെ കടന്നു വരികയാണ്. പടച്ചവനെ, അല്ലാഹുവേ, ആ തെമ്മാടി ഇങ്ങനെ ചന്തയിലേക്ക് കടന്നു വന്നിട്ട് ആളുകളെ ഇടിക്കുകയാ, ആളുകളെ തൊഴിക്കുകയാ. പടച്ചവനെ, ആളുകളെല്ലാം എന്റെ പ്രിയമുള്ളവരെ ചോര വാർന്നുകൊണ്ട് പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് ഓടുകയാ, നെട്ടോട്ടം ഓടുകയാ. എല്ലാവരും അതാ പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് അല്ലാഹുവേ, ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഉക്കാള ചന്തയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. ഉക്കാള ചന്തയിലേക്ക് കടന്നു വന്നിട്ട് ആരടാ ഉമറുമായിട്ട്, ആരടാ ഉമറുമായിട്ട് ഗുസ്തി പിടിക്കാൻ തന്റെ ഇടമുള്ളതാരടാ, ഏകവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ ആർജവത്തോടുകൂടി വെല്ലുവിളിക്കുമ്പോ പഠിച്ചവനെ ശത്രുവത കടന്നു വരികയാ. ഉമറിനോടെന്റെ പ്രിയമുള്ളവരെ തല്ലുകൂടുകയാണ്, ഉമറിനോടെന്റെ പ്രിയമുള്ളവരെ അടികൂടുകയാണ്, ഉമറിനോടെന്റെ പ്രിയമുള്ളവരെ തല്ലുകൂടുകയാണ്. അവസാനം റബ്ബേ, ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ ശത്രുവിനെ അടിക്കുകയാ, ഇടിക്കുകയാ, തൊഴിക്കുകയാ, തോൽപ്പിക്കുകയാ. ഖത്താബിന്റെ മകനാകുന്ന ഉമറ് എന്റെ പ്രിയപ്പെട്ടവരെ ആർജവത്തോടുകൂടി വിജയിക്കുകയാണ്. ഉമർ തങ്ങൾ വിജയിക്കുമ്പോ ഉമറതോ ചോദിക്കുകയാ, ആരെങ്കിലും ഉണ്ടോടാ ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമറിനോട് മുട്ടാനായിട്ട്? ഏതെങ്കിലും ധൈര്യമുള്ളവനുണ്ടോ? ഏതെങ്കിലും തന്റെ ഇടമുള്ളവനുണ്ടോ? നെഞ്ചിരിപ്പുള്ളവനുണ്ടോ? എന്ന് പറഞ്ഞുകൊണ്ട് ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ ഉക്കാള ചന്തയിൽ എന്റെ പ്രിയമുള്ളവരെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, അല്ലാഹുവേ, വലിയ സമ്പന്നനാ, വലിയ സമ്പന്നനാ. പടച്ചവനെ, ഉമർ തങ്ങൾ ഇങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെതിരെയായിട്ട് ഊരിപ്പിടിച്ച വാളെടുത്തുകൊണ്ട് കടന്നു പോവുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങളുടെ പ്രസരിപ്പ് കാണുമ്പോ, ഉമർ തങ്ങളുടെ ആർജവം കാണുമ്പോ, ഉമർ തങ്ങളുടെ ധീരത കാണുമ്പോ പടച്ചവനെ റസൂലുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, ഉമറിനെ നീ ഇസ്ലാമിലേക്ക് അടുപ്പിക്കണേ. റബ്ബേ, ഉമറിനെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് അടുപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പോലും എന്റെ പ്രിയമുള്ളവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ. ഒരുപാട് ശത്രുക്കൾ അതാ കടന്നു വന്നുകൊണ്ട് ഉമറിനോട് പറയുകയാണ്, ഉമറേ, ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നുണ്ട് ഉമറേ, ഒരുപാട് പേര് മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് ഉമറേ. ഉടൻ തന്നെ റബ്ബേ, ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച വാളെടുത്തുകൊണ്ട് കുതിരപ്പുറത്തേക്ക് കയറുകയാണ്. എന്നിട്ടതാ പറയുകയാ, ആരാണോ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നത്, മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു പോകുന്നത്, ആരാണോ 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 അവന്റെ തലയുണ്ടല്ലോ, ഉമറുണ്ടല്ലോ, അറുക്കുന്നതാണോ എന്നത് ഉമർ തങ്ങൾ പറയുകയാ. പടച്ചവനെ, പല ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഹംസയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ, ഒരിക്കലും അതാ ഇസ്ലാമിലേക്ക് കടന്നു പോകൂല എന്ന് പറഞ്ഞ ഹംസയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ. അതുകൊണ്ട് ഉമർ, പല ആളുകളും അതോ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നുണ്ട്.
ഉടൻ തന്നെ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കുതിരപ്പുറത്ത് കയറിയിട്ട് ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ തന്റേടത്തോടു കൂടി പറയുകയാണ്, ആര് പോയാലും ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോകൂല. പടച്ചവനെ, എന്നിട്ടതാ ഉമർ ധീരമാകുന്നു ഒരു പ്രഖ്യാപനം എന്റെ പ്രിയപ്പെട്ടവരെ നടത്തുകയാണ്. ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ അവന്റെ തലയുണ്ടല്ലോ ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ അറുക്കുന്നതാ. ഉടൻ തന്നെ ഒരാളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. എന്നിട്ടതാ ഉമറിനോട് പറയുകയാണ്, ഉമറേ, നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, ഫാത്തിമയുടെ ഭർത്താവുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നുപോയി. ഉമറേ, ഉടൻ തന്നെ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, നീ പറഞ്ഞത് സത്യമാണോ, നീ പറഞ്ഞത് കള്ളമാണോ? ഉടൻ തന്നെ അവരെന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, ഉമറേ, സത്യമാണ് ഉമറേ. നാട്ടുകാരുടെ തലയെടുക്കാൻ കടന്നുപോയ ഉമറുണ്ടല്ലോ, പഠിച്ചവനെ പെങ്ങളുടെ തലയെടുക്കാൻ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. ഫാത്തിമയതാ അറിയുകയാണ്, ഫാത്തിമയതാ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇങ്ങനെ കൈകൊണ്ട് എടുക്കുകയാണ്. എന്നിട്ടതോ ഓതുകയാണ്. ഊരി പിടിച്ച വാലെടുത്തുകൊണ്ട് ഉമറതാ കുതിരപ്പുറത്തേക്ക് കയറുകയാണ്. ഫാത്തിമയുടെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. റബ്ബേ, ഉമറതോ ഫാത്തിമയുടെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമയതാ മനോഹരമാകുന്ന ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ ഓതുകയാ, പാരായണം ചെയ്യുകയാ. ത്വാഹാ എന്ന് പറയുന്ന മനോഹരമാകുന്ന ഖുർആനിന്റെ ആയത്തുകളുണ്ടല്ലോ ഓതുകയാ. ഉമറിന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതോ ഫാത്തിമയുടെ വാതിലുണ്ടല്ലോ ചവിട്ടി പൊളിക്കുകയാ. എന്നിട്ടതാ കടന്നു ചെല്ലുകയാണ്. എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമയതോ അടിക്കുകയാണ്, ഫാത്തിമയതോ ഇടിക്കുകയാണ്, ഫാത്തിമയതാ ദ്രോഹിക്കുകയാണ്. പടച്ചവരെ, ഫാത്തിമ എന്ന പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് ഉമറിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അടിക്കല്ല ഉമറേ, വേദനിക്കുന്ന ഉമറേ. ഉടൻ തന്നെ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ? ഉടൻ തന്നെ എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമയതാ പറയുകയാണ്, ആളുകുമരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നതാ ഉമർ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോ ഉമർ തങ്ങൾ വീണ്ടും എന്റെ പ്രിയമുള്ളവരെ അടിക്കുകയാണ്. അവസാനം ഫാത്തിമയുണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ഉമറിന്റെ പ്രിയപ്പെട്ടവരെ അടിക്കൽ നിർത്തുകയാണ്. എന്നിട്ടാ ഫാത്തിമയോട് പറയുകയാണ്, ഫാത്തിമ ആ ഖുർആൻ തരുമോ? ഫാത്തിമ പഠിച്ചവനെ ഉമർ തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നില്ലോ. ശുദ്ധിയാകാൻ പറയുകയാണ്. ഉമർ തങ്ങളുടെ പ്രിയമുള്ളവരെ ശുദ്ധിയാവുകയാണ്. എന്നിട്ടതോ ഫാത്തിമയുടെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുമ്പോ അല്ലാഹുവേ, ഉമറതോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ ഓതുകയാ. എന്നിട്ടതാ കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് ചോദിക്കുകയാണ്, ഫാത്തിമ മുഹമ്മദ് റസൂലുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ തന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ, ഇന്ന സ്ഥലത്ത് ഹബീബ് ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പ്രവാചകൻ ഇരിക്കുന്നുണ്ട്. ഊരി പിടിച്ച വാലെടുത്തുകൊണ്ട് റസൂലുള്ളയുടെ ചാരത്തേക്ക് ഉമർ തങ്ങൾ കടന്നു പോവുകയാ. പടച്ചവനെ, ഉമർ തങ്ങൾ റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ സഹാബത്ത് പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതോ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളയോട് സഹാബത്ത് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ ഹബീബല്ലാഹ്
ഉമർ കടന്നു വരുന്നുണ്ട് നബിയേ, ഉമർ കടന്നു വരുന്നുണ്ട് റസൂലേ. അങ്ങയുടെ തലയെടുക്കാൻ ഉമർ കടന്നു വരുന്നുണ്ട് നബിയേ. ഓടണം നബിയേ, രക്ഷപ്പെടണം നബിയേ. ഇത് കേൾക്കുന്ന പടച്ചവനെ, ഇസ്ലാമിന്റെ പുലിക്കുട്ടിയാകുന്ന അല്ലാഹുവിന്റെ സിംഹക്കുട്ടിയാകുന്ന ഹംസതങ്ങളതാ ധീരതയോടുകൂടി പറയുകയാണ്, ഉമർ നല്ല രീതിയിൽ വന്നാൽ ഉമറിന് നല്ല രീതിയിൽ തിരിച്ചു പോകാം. ഉമർ റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ കടന്നു വന്നാൽ ഉമറിന്റെ തലയുണ്ടല്ലോ, ഹംസയുണ്ടല്ലോ, അറുക്കുന്നതാ. പടച്ചവനെ, ഉമർ തങ്ങൾ കടന്നു വരികയാണ്. പടച്ചവനെ, റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഹംസതങ്ങളതാ തടയുകയാണ്. റബ്ബേ, ഹംസതങ്ങളെ തടയുമ്പോ റസൂലുള്ള പറയുകയാ, കേറി വാ ഉമറേ, കേറി വാ ഉമറേ. പടച്ചവനെ, ഉമർ തങ്ങൾ ചാരത്തേക്ക് കടന്നു വരികയാണ്. സഹാബത്തതാ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. ഹംസതങ്ങളതാ നോക്കി നിൽക്കുകയാണ്. പടച്ചവനെ, പടച്ചവനെ, ഉമർ തങ്ങളതാ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറയുകയോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സഹാബത്തതാ പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിന്റെ പ്രിയമുള്ളവരെ ആർജവത്തോടുകൂടി കടന്നു വരികയാണ്. ഉമർ നിങ്ങളുടെ പേര് കേൾക്കുമ്പോ ആർജവത്തോടുകൂടി റളിയല്ലാഹു അൻഹു വന്ന് ഈ കൊടകിലെ പ്രിയപ്പെട്ടവരെ ആർജവത്തോടെ പറഞ്ഞുകൊള്ളുക, ഉമർ തങ്ങളല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രിയമുള്ളവരെ, ഉമർ തങ്ങളുണ്ടല്ലോ കല്ല് വലിച്ചെറിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഹറാമ് വലിച്ചെറിഞ്ഞ് പ്രിയപ്പെട്ടവരെ, പെണ്ണിനെ വലിച്ചെറിഞ്ഞ് പ്രിയമുള്ളവരെ, ഇനി എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ മതി നബിയേ, എനിക്ക് അല്ലാഹു മതി നബിയേ, എനിക്ക് ഇസ്ലാം മതി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങളോ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ഉമർ തങ്ങളുടെ പേര് പറയുമ്പോ ആർജവത്തോടുകൂടി മനോഹരമാകുന്നു. കുഞ്ചിലിയുടെ മക്കാമിൽ വന്ന് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ആർജവത്തോടെ പറഞ്ഞു റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, അല്ലാഹുവേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പോരാ എന്റെ പ്രിയപ്പെട്ടവരെ, റളിയല്ലാഹു അൻഹു പോരാ, ഒച്ചയിൽ ചൊല്ലിക്കോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പോരാ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ചില മക്കാമിന്റെ പരിസരത്ത് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ഈ തണുപ്പിനെ പറഞ്ഞു മാറ്റിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കൊടകിലേക്ക് കടന്നു വന്നവരോട് പറയുകയാ, പോരെ പോരെ ആർജവത്തോടുകൂടി പറഞ്ഞുകൊള്ളുക. ഏതെങ്കിലും സിനിമാ നടന്റെ പേര് പറയുമ്പോ, രാഷ്ട്രീയക്കാരുടെ പേര് പറയുമ്പോ, ഉസ്താദന്മാരുടെ പേര് പറയുമ്പോ നമ്മൾ ആവേശത്തോടുകൂടി അവരുടെ പുറകിലതാ നടന്നെങ്കിലോ ഉമരുടെ പേര് പറയുമ്പോ എന്റെ രോമങ്ങൾ എണ്ണീച്ചു നിൽക്കട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു അല്ലേ? ഇന്നലെ വരെ ഹറാമിന്റെ പിന്നാലെ പോയി, ഇന്നലെ വരെ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോയി, ഇന്നലെ വരെ കള്ളിന്റെ പിന്നാലെ പോയി, ഇന്നലെ വരെ തെമ്മാടിത്തരത്തിന്റെ പിന്നാലെ പോയി. പക്ഷേ ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇനി ഉമർ തങ്ങളുടെ പേര് പറയുമ്പോൾ നമുക്ക് ആവേശമായിരിക്കണം. ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണതിന് മുമ്പ് ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നമുക്കൊന്നും പഠിക്കാനില്ല. ഉമർ തങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്കൊന്നും പഠിക്കാനില്ല. പക്ഷേ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആ ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു 3 ഗുണപാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉമർ തങ്ങളുടെ വഫാത്ത് നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് വിട പറയണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറയണത് ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക്
കടന്നു വന്നപ്പോ ശത്രുക്കൾ പേടിച്ചു. എന്തപ്പാ അല്ലാഹുവേ, ഉമറിന് അങ്ങനെ നിന്ന് പോയല്ലോ റബ്ബേ. ഉമറിന്റെ ധീരത കണ്ടിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ള പോലും ദുആ ചെയ്തത്, റബ്ബേ ഉമറിനെ നീ ദീനിലേക്ക് അടുപ്പിക്കണേ അല്ലാ. അല്ലേ, ഉമറിന്റെ ധീരത കണ്ടിട്ട് റസൂലുള്ള പോലും ദുആ ചെയ്തു. അപ്പൊ ഞാൻ പറയണത്, ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ശത്രുക്കൾ പേടിച്ച് വിറങ്ങലിച്ചു, റബ്ബേ ഇനി എങ്ങനെയാണ് ഞങ്ങള് ശത്രുക്കളായിട്ട് ഇങ്ങനെ നടക്കണത്? ഉമർ തങ്ങൾ ധീരതയോടുകൂടി കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നബിയേ ഇനി ഇസ്ലാം ഇങ്ങനെ ഒളിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയാൽ പോരാ, നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പരസ്യമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനം മക്കയുടെ തെരുവോരത്തു കൂടി നടത്തണമെന്ന് ആര് പറഞ്ഞു? സയ്യിദിന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു, ഉമർ തങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള രണ്ട് കാരണം. ഉമർ തങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള രണ്ട് കാരണമുണ്ട്. ഏതപ്പാ? ഒന്ന് റസൂലുള്ളാഹിയുടെ ദുആയാണ്. രണ്ടേതാ? ഉമർ തങ്ങൾ എന്ന പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള രണ്ടാമത്തെ കാരണമേതാ? രണ്ടാമത്തെ മാർഗമേതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് ത്വാഹയുണ്ടല്ലോ, ഓതിയപ്പോൾ ഉമർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രസരിപ്പിന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നു പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള രണ്ടാമത്തെ മാർഗമേതോ, രണ്ടാമത്തെ സബബ് ഏതോ? ഖുർആനാണ് ചെറുപ്പക്കാരാ, ഖുർആനാണ് ചെറുപ്പക്കാരാ. മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അഹ്കാമുകളുള്ള ഒരുപാട് അഖ്ബാറുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനെന്ന് പ്രിയമുള്ളവര്, ഉമർ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലേക്ക് നോക്കിയപ്പോ ഈമാനിന്റെ പ്രസരിപ്പ് ഉമർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നെങ്കിലോ ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ടല്ല പ്രിയപ്പെട്ടവരെ പഠിക്കേണ്ട ഗുണപാഠം എന്തെന്നറിയോ? ഉമർ തങ്ങൾ അൽഹംദുലില്ലാഹ് ഖുർആനിനെ പ്രണയിച്ചവരാ, ഖുർആനിനെ ഹബ്ബ് വെച്ചവരാ. ഉമർ തങ്ങൾ കാരണമായിട്ട് എന്നെ പ്രിയമുള്ളവരെ ഒരുപാട് ആയത്തുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിൽ എന്നെ പ്രിയപ്പെട്ടവരെ ഇറങ്ങിയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഉമർ തങ്ങളുടെ പേര് പറയുമ്പോ ആർജവത്തോട് കൂടി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരോട് പറയുകയാണ്, പടച്ചവനെ ഉമർ തങ്ങളെ സ്നേഹിക്കുന്നവര്, ഉമർ തങ്ങളെ ഹബ്ബ് വെക്കുന്നവര്, ഉമർ തങ്ങളെ പ്രണയം വെക്കുന്നവര് ആ ഖുർആനിനെ ഉണ്ടല്ലോ സ്നേഹിച്ചു കൊള്ളുക. പടച്ചവനെ ഉമർ തങ്ങളെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. പല ആളുകളും കള്ളു കുടിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നബിയെ, പല ആളുകളും നബിയെ കള്ളു കുടിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നബിയെ. ഉടൻ തന്നെ അതോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളുണ്ടല്ലോ ഇറങ്ങുകയാ, ലാ തഖറബുസ് സ്വലാഹ് വഅൻതും സുകാറാ. കള്ളുപിടിച്ചുകൊണ്ട് പടച്ചവനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നീ നിസ്കരിക്കാന് കടന്നു വരല്ലേ, നിസ്കരിക്കാന് കടന്നു വരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഈ മനോഹരമാകുന്ന കുഞ്ചിനമക്കാമിന്റെ പരിസരത്തിനോട് ലഹരി വെക്കുന്നവരുണ്ടെങ്കിൽ, പടച്ചവനെ കള്ളുപിടിക്കുന്നവരുണ്ടെങ്കിൽ, തമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറല് വേണോ? അതിനുള്ള ഒന്നാമത്തെ പാഠമേതോ? ഉമർ തങ്ങളുടെ ജീവിതത്തിലെ ഗുണപാഠമോ? ഖുർആനിനെ സ്നേഹിച്ചോ, ഖുർആനിനെ പ്രണയിച്ചോ. ഉമർ തങ്ങള്
ജീവിതത്തിൽ നിന്ന് ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഉമർ തങ്ങൾ ഖുർആനിനെ വല്ലാതെ പ്രണയിച്ചു. ഇപ്പോ ഇവിടുത്തെ മക്കൾ അൽഹംദുലില്ലാഹ് വെളുപ്പാങ്കാലത്ത് എണീച്ചിട്ട് ഖുർആൻ ഇങ്ങനെ ഓതും. ഈ തണുപ്പത്ത് എന്ത് രസം അത് ഓതുമ്പോ. അള്ളാഹു ആ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, ഞാൻ പറഞ്ഞു നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആര് പറഞ്ഞു? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ കള്ള് കുടിച്ചുകൊണ്ട് പല ആളുകളും നബിയെ നിസ്കരിക്കാൻ വരുന്നുണ്ട്. ഉടൻ തന്നെ ഖുർആൻ ഇറങ്ങി, ആയത്തുകൾ ഇറങ്ങി, ജിബ്രീൽ കൊണ്ടു കൊടുത്തു. നബിയെ കള്ള് കുടിച്ചുകൊണ്ട് ആരും കടന്നു വരാൻ പാടില്ല നിസ്കാരത്തിലേക്ക്. എന്തേ? ഉമർ തങ്ങളുടെ ആഗ്രഹം കൊണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. കള്ള് വലിയ പ്രശ്നപ്പാ, കള്ള് വലിയ പ്രശ്ന. ഞാൻ ആലപ്പുഴയിൽ പഠിക്കണ സമയത്ത്, മുത്തല്ലിമായിരിക്കണ സമയത്ത്, പടച്ചവനെ ഞങ്ങളെ പഠിപ്പിക്കണ ഉസ്താദ് ഒരു നിക്കാഹിന് പോയി. ഞങ്ങളെ പഠിപ്പിക്കണ ഉസ്താദ് ഒരു നിക്കാഹിന് പോയി. നിക്കാഹിന് പോയ സമയത്ത് പെണ്ണിന്റെ വാപ്പയും ചെറുക്കനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെണ്ണിന്റെ വാപ്പയും നിക്കാഹ് കഴിക്കാൻ പോണ ചെറുക്കനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു, ഇത്ര മഹറിന് പകരമായി എന്റെ മകളെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു. എന്താ പറഞ്ഞേ? ഇത്ര മഹറിന് പകരമായിട്ട് താങ്കൾക്ക് ഞാൻ എന്റെ മകളെ നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു. ഉസ്താദ് എന്ത് പറഞ്ഞു? സിയാ പറഞ്ഞു കൊടുത്തു, മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. പെണ്ണിന്റെ വാപ്പ കള്ളു കുടിച്ചിട്ടാ വന്നേ. എന്താ ഇത്? പെണ്ണിന്റെ വാപ്പ കള്ളു കുടിച്ചിട്ടാ വന്നേ. പെണ്ണിന്റെ വാപ്പാനോട് പറഞ്ഞു, ഇത്ര മഹറിന് പകരമായി എന്റെ മകളെ താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നിരിക്കണം. ഉടൻ തന്നെ പെണ്ണിന്റെ വാപ്പ എന്താ പറഞ്ഞേ? ഇത്ര മഹറിന് പകരമായി ഉസ്താദിന്റെ മകളെ ഞാൻ വിവാഹം ചെയ്യുന്നു. എന്താ പറഞ്ഞേ? ഇത്ര മഹറിന് പകരമായി ഉസ്താദിന്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്യുന്നു. ആലപ്പുഴയിൽ നടന്ന സംഭവം എന്താപ്പാ? കള്ളു കുടിച്ചു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതാ പറയണത്. ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങൾ കാരണമായിട്ട് കള്ളിനെ എതിർത്തു. അതാ ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായി പഠിക്കാനുള്ള പാഠം ഖുർആനിനെ പ്രണയിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഖുർആൻ ഓതിവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. ഉള്ളവര് മതി കേട്ടോ, ഉള്ളവര് മതി, ഇല്ലെങ്കിൽ വേണ്ട. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഓതാത്തവർക്ക് ഓതാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, 3 യാസീൻ കഴിഞ്ഞ ദിവസം ഓതാൻ പറഞ്ഞിരുന്നു. അത് ഓതിവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. 3 യാസീൻ, 3 കർണാടകയിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു ഓതാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഖുർആനെ പ്രണയിക്കണം. ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ആദ്യത്തെ ഗുണപാഠമാണ്. എടാ, ഈ ഖുർആൻ എപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടണേ? ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഉപകാരപ്പെടണേ? അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉമർ തങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണപാഠം നമ്മൾ പഠിക്കാൻ പോയി. ഒന്ന്, എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാണ്, എപ്പോഴാണ് മോനെ ഖുർആൻ ഉപകാരപ്പെടുന്നത്? എപ്പോഴാ? എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ മരിക്കുമല്ലോ, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ വിട പറയുമല്ലോ, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ മരണപ്പെടുമല്ലോ. നിന്റെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന അതിഥിയാരാ? വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നതാണ്. അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നത് എങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സദഖ കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? മഹാന്മാരെ ബഹുമാനിച്ചവരാണോ? മഖാമുകളെ സ്നേഹിച്ചവരാണോ? ഉസ്താദുമാരെ ബഹുമാനിച്ചവരാണോ? അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നത് എങ്ങനാ? പുഞ്ചിരിച്ചുകൊണ്ട് അസ്റായീലിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നതാണ്. സുഗന്ധമുണ്ടല്ലോ പരത്തിക്കൊണ്ട് അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നതാ. നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സദഖ കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, മഖാമുകളെ എതിർത്തുകൊണ്ട്, മംഗൂസ് മൗലിദിനെ എതിർത്തുകൊണ്ട്, പുത്തൻവാദികളായിട്ട് നടന്നവരെ, നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ അസ്റായീല് കടന്നു വരുന്നതെങ്ങനാ? ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ പരത്തിക്കൊണ്ട്, പച്ചവനെ മുഖമെല്ലാം കറുത്തിരുന്നുകൊണ്ട് അസ്റായീല് കടന്നു വരുന്നതോ, അസ്റായീല് കടന്നു വരുന്നതോ. അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ നീയതോ പൊട്ടിക്കരന്നുകൊണ്ട് അസ്റായീലിനോട് പറയുകയാണ്, 60 വയസ്സുള്ള വാപ്പ, 70 വയസ്സുള്ള വാപ്പ, 80 വയസ്സുള്ള വാപ്പ, 40 വയസ്സുള്ള ഉമ്മ, 20 വയസ്സുള്ള ഉമ്മ. പടച്ചവരെ, നീയതാ പൊട്ടിക്കരന്നുകൊണ്ട് അസ്റായീലിനോട് പറയുകയാണ്, എനിക്കൊരു മണിക്കൂർ തന്നോ,
എനിക്ക് ആഫിയത്ത് തന്നാണ്, എനിക്ക് ദീർഘായുസ് തന്നാണ്, നന്മകൾ ഞാൻ ചെയ്യാമെന്ന് അസ്രായീലിനോട് പൊട്ടിക്കരന്നുകൊണ്ട് പറയുമ്പോ അസ്രായീൽ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, വേണ്ടടാ, നിനക്കിനി സമയമില്ലടാ, നിനക്കിന് ആഫിയത്തില്ലടാ, നിനക്കിന് ദീർഘായുസില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായീൽ എന്റെ പ്രിയപ്പെട്ടവരെ റൂഹ് പിടിച്ചുകൊണ്ട് പരലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ നീയതോ അതെല്ലാം കഴിയാതെ കിടക്കുകയോ. പടച്ചവയെ, നിന്റെ മരണവാർത്തയുണ്ടല്ലോ കൊടകിലെ മനോഹരമാകുന്ന പ്രദേശത്തോടുകൂടി പരക്കുകയോ. ഇന്നാളും മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആശിക്കുകാരിനി മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദുമാർ, നിങ്ങളുടെ നാട്ടിലെ പ്രവർത്തകര്, കമ്മിറ്റിക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മരണവാർത്ത വരുമ്പോ നിന്റെ കൂട്ടുകാരന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്, നിന്റെ കുടുംബാദികളെ കടന്നു വരികയാണ്, അയൽവാസികളെ കടന്നു വരികയാണ്, മക്കളതാ കടന്നു വരികയാണ്, മാതാപിതാക്കളെ കടന്നു വരികയാണ്. അല്ലോ അല്ലോ അല്ലോ, നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ആയിരങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ടതോ നിന്റെ മയ്യത്തിന്റെ പ്രിയമുള്ളവരെ കുളിപ്പിക്കുകയാ. എന്നിട്ടതാ 3 പിടി കഫൻ പുടവയില് എന്റെ പ്രിയമുള്ളവരെ പൊതിയുകയാണ്. എന്നിട്ടതാ അത്തറ പൂശുകയാണ്. എന്നിട്ടതാ പള്ളിയിൽ ഉസ്താദ് നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പാപമാണ് അല്ലാ, സാധുവാണ് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ചവരെ, കുഞ്ചിലയുടെ പരിസരത്തിലൂടെ പടച്ചവരെ കാലിലൂടെ സഞ്ചരിച്ചവരെ, ബസ്സിലൂടെ സഞ്ചരിച്ചവരെ, സൈക്കിളിലൂടെ സഞ്ചരിച്ചവരെ, നടന്നു പോയവരെ, ഓടിപ്പോയവരെ, എഴഞ്ഞു പോയവരെ, യഥാർത്ഥ വാഹനമേതോ, യഥാർത്ഥ വാഹനമേതോ, സമൂഹം എന്ന് പറയുന്ന 6 കാല് കെട്ടിടമുണ്ടല്ലോ, സമൂഹം എന്ന് പറയുന്ന 6 കാല് കട്ടിലുണ്ടല്ലോ. പടച്ചവനെ, നിന്നെയതോ മാടി വിളിക്കുകയോ, നിന്നെയതാ പടച്ചവനെ സമ്പൂക്കിലേക്ക് കയറ്റി വെക്കുകയാണ്. നീയതാ കരയുകയാണ്, എന്നെ കൊണ്ടുപോകല്ലേ, എനിക്ക് പേടിയാണ്, എനിക്ക് കബറ് ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്റെ പ്രിയപ്പെട്ടവരെ കരയുന്ന സമയത്ത് എന്റെ മക്കളതോ പരിഗണിക്കൂല, മൈൻഡ് ചെയ്യൂല. അവരെന്താണ് പറയുന്നതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുകയാണ്. അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ പടച്ചവന്റെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ, അതുകൊണ്ടാണ് തലവ് ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടിപ്പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതോ, കണ്ടാലുടങ്ങുക വിട്ടു നീ കരയേണ്ടതാ, മെടക്കു പകരോ വളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണം കുഞ്ചിലക്കാര്, അറിയാതെ കരയണം കുഞ്ചിലയിലെ പ്രിയപ്പെട്ട പെങ്ങളെ. പാമ്പുള്ള ഖബറാണ് റബ്ബേ, തേനുള്ള ഖബറാണ് റബ്ബേ, ഇരുട്ടുള്ള ഖബറാണ് റബ്ബേ. നിന്നേതാ ഖബറിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവെക്കുകയാണ്. പടച്ചവരെ, 3 പലക ഇടുകയാണ്, 3 പിടി മണ്ണിങ്ങനെ വാരിയിടുകയാണ്. ഖബറ് വെട്ടി എന്റെ പ്രിയമുള്ളവരെ മണ്ണിങ്ങനെ വാരിയിടുകയാണ്. വീട്ടതോ കടന്നു വരികയോ, നിന്റെ ഖബറിലേക്കുണ്ടല്ലോ ഇരുട്ടെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. പടച്ചവരെ, നീയതാ പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. അല്ലാഹുവേ, നന്മകൾ ചെയ്തവനുണ്ടല്ലോ ഖബറിലേക്ക് അല്ലാഹു നന്മ കൊടുക്കുമല്ലോ. തിന്മകൾ ചെയ്തവനെന്റെ പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് അല്ലാഹു തിന്മകൾ കൊടുക്കുമല്ലോ. രണ്ടാമതായിട്ട് എന്റെ പ്രിയമുള്ളവരെ, സൂറെന്ന് പറയുന്ന കാഹളത്തില് മലക്കഥ ഊത്തൂതുമ്പോ
നീയതോ പടച്ചവന്റെ പരലോകത്തേക്ക് അതാ കടന്നു പോവുകയാണ്. പടച്ചവനെ പാമ്പിന്റെ രൂപത്തില്, തേളിന്റെ രൂപത്തില്, കഴുകയുടെ രൂപത്തില്, കഴുകന്റെ രൂപത്തില് പടച്ചവനെ പല രീതിയിലും നീയതോ മലയോളം വലിപ്പമുള്ള വയറുമായിട്ട് പടച്ചവന്റെ പരലോകത്തേക്ക് അതോ കടന്നു പോവുകയാ. ചമ്പിന്റെ തറയാണ് അല്ലാഹ്. പടച്ചവരെ കിലോമീറ്റർ കണക്കാതെ ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, നിന്റെ തലയുടെ തൊട്ടുമുകളില് നിന്റെ പ്രിയപ്പെട്ടവരെ ഉദിച്ചുകൊണ്ട് നിൽക്കുമ്പോ നീയതാ ഉയർക്കുകയാ. നീയതാ നഗ്നനായിട്ട് എന്റെ പ്രിയമുള്ളവരെ നിൽക്കുന്ന സമയത്ത് പടച്ചവരെ പേടിച്ചു കണ്ട് വിറങ്ങലിക്കുകയാണ്. നഗ്നനായിട്ട് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, പേടിച്ചു കണ്ട് വിറങ്ങലിക്കുകയാണ്. ഓടുകയോ, സ്വർഗം കിട്ടുമോ, നരകം കിട്ടുമോ, അദാബ് കിട്ടുമോ, നന്മകൾ കിട്ടുമോ, ഹൗദുൽ കൗസർ കിട്ടുമോ, അർശിന്റെ തണൽ കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് നീയതോ നിൽക്കുകയാ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഒരാളിങ്ങനെ കടന്നു വരികയാണ്. ഒരാളിങ്ങനെ പടച്ചവന്റെ പരലോകത്ത് നിന്റെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. എന്നിട്ടതോ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പാവമാണ് അല്ലാഹ്, പാപിയാണ് അല്ലാഹ്, ഇവനെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിനക്ക് വേണ്ടി പടച്ചവന്റെ പരലോകത്ത് ദുആ ചെയ്യുന്നത് ആരെന്നറിയോ, ആരെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രിയമുള്ളവരെ, കുഞ്ചിലയുടെ പരിസരത്ത് ഓതിയവരെ, ഖുർആനിനെ പ്രണയിച്ചവരെ, ഖുർആനിനെ ഹബ്ബ് വെച്ചവരെ, ഖുർആനിനെ സ്നേഹിച്ചവരെ, നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, നീ ഓതിയ ഫാത്തിഹയുണ്ടല്ലോ, നീ ഓതിയ ബഖറയുണ്ടല്ലോ, നീ ഓതിയ റഹ്മാനുണ്ടല്ലോ, നീ ഓതിയ അൻസല്ലയുണ്ടല്ലോ, നീ ഓതിയ നാസുണ്ടല്ലോ, നീ ഓതിയ ഇഖ്ലാസുണ്ടല്ലോ, നീ ഓതിയ ഇല്ലാ അൻസല്ലയുണ്ടല്ലോ, അല്ലാഹുവേ നീ ഓതിയ കൗസറുണ്ടല്ലോ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോ, നിനക്ക് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ചിലക്കാരെ നിങ്ങൾ ഗുണപാഠമാക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഖുർആനിലുണ്ടല്ലോ, പ്രണയിച്ചോ, ഖുർആനിലുണ്ടല്ലോ, സ്നേഹിച്ചോ. ഈ നിറഞ്ഞിരിക്കുന്ന പാപങ്ങൾക്ക് പടച്ചവന് ആ ഖുർആന് ദിവസമൊന്ന് പാരായണം ചെയ്യാൻ സൗഭാഗ്യം തരണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഉമർ തങ്ങൾ പ്രേമിച്ച ഖുർആനിനെ നമ്മൾ പ്രേമിച്ചാൽ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് ആ ഖുർആൻ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഖുർആൻ ഓതുവോ? ഇതിപ്പോ ഇത്രയും തണുപ്പത്ത് ഇത്രയും ഒച്ച ഇട്ടിട്ട് ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ ഖുർആൻ ഓതുവോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ, നല്ല തണുപ്പല്ലേ, പച്ച വെള്ളം കുടിച്ചോട്ടെ ഇൻഷാ അല്ലാഹ്. ഇത്തിരി വെള്ളം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു റഹ്മത്തിലാക്കട്ടെ. രണ്ട് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ. അപ്പൊ ഒന്ന്, ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ട് പഠിക്കേണ്ട ഗുണപാഠം എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖുർആനിനെ പ്രണയിക്കല. രണ്ട്, ഇരിക്കൂലേ ഇരിക്കൂലേ ബോറടിക്കണ ബോറടിക്കുന്ന ഇല്ലപ്പ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ അവസാനം വരെ ഇരുന്നാൽ എപ്പോഴാ അവസാനം വരെ ഈ ചോറുണ്ടോ ഉസ്താദേ? ചോറൊന്നും ഇല്ലല്ലോ, ചോറൊന്നും ചീരണി ഒന്നും ഇല്ലല്ലോ, ലാസ്റ്റ് ചീരണി ഒന്നും ഇല്ല അല്ല ഇപ്പൊ ഇൻഷാ അല്ലാഹ്. അപ്പൊ ചീരണി പ്രതീക്ഷിച്ചിട്ട് ആരും ഇരിക്കണമെന്നില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അവസാനം വരുന്ന ആ ചീരണിയേക്കാൾ പ്രതിഫലമുള്ള ഒരു ദിക്ർ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ ഓതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പൈസ ഫ്രീ ആയിട്ട് കിട്ടും. എന്താ പറഞ്ഞേ?
പൈസ ഫ്രീ ആയിട്ട് കിട്ടും, ഒരു കുഴപ്പമില്ലാതെ പൈസ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വെറുതെ കിട്ടും ഇൻഷാ അല്ലാഹ്. ആ പൈസ മുത്തലിമേലും കിട്ടും, ഉസ്താദന്മാർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അവസാനം വരെ ഇരിക്കണം. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അതുപോലെ കൈവേദന, കാലുവേദന, മുട്ടുവേദന, നടുവേദന ഇതുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പോൾ ശരീരത്തിന് വേദനകളുള്ളവർ പൊക്കിക്കോ, ധൈര്യത്തിൽ പൊക്കിക്കോ. അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ആ വേദനയുള്ളവർ അവസാനം വരുന്നാൽ ഇൻഷാ അല്ലാഹ് ആ വേദന മാറാൻ ഒരു സൂറത്തും പഠിപ്പിച്ചിരാം. പക്ഷെ ഇരിക്കണം, ഒരു 10-50 വരെ ഇൻഷാ അല്ലാഹ് ഇരിക്കണം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ രണ്ടാമത്തെ ഉമർ തങ്ങളുടെ ജീവിതത്തിലെ ഗുണപാഠം എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ഇത് നമ്മുടെ പള്ളി പരിപാലിക്കുന്നവർക്കും എനിക്കും ഉസ്താദുമാർക്കും നാട്ടുകാർക്കും മുത്തഅല്ലിമീങ്ങൾക്കും മുഅല്ലിമീങ്ങൾക്കൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ പാഠമാകേണ്ട ഉമർ തങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണപാഠം ഏതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ ഗുണപാഠം ഏതെന്നറിയോ? അല്ലാഹുവേ, ഉമർ തങ്ങളുടെ പേര് പറയുമ്പോ ആർജവത്തോടുകൂടി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവരോട് എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, ഒന്നാമത് ഖുർആനിനെ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞു തരുമ്പോ ഉമർ തങ്ങളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ പഠിച്ചവനെ ഗുണപാഠമേതാ? കാര്യബോധമാണ് പ്രിയപ്പെട്ടവരെ, പക്വതയാണ് പ്രിയമുള്ളവരെ. എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ ഉമർ തങ്ങൾ ചെയ്തോ പഠിച്ചവനെ പക്വതയോടുകൂടി ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ചെയ്യുമെന്ന് ചരിത്രം പറയുമ്പോ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ടല്ലോ, പല കാര്യങ്ങളും എന്റെ പ്രിയമുള്ളവരെ ചെയ്യുന്നവരാണ്. ചെയ്യുന്ന കാര്യത്തില് എന്റെ പ്രിയമുള്ളവരെ ഇഖ്ലാസില്ലാതെ ഖുശൂഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പടച്ചവനെ അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു കബൂൽ ചെയ്യൂല. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ഉമർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രണ്ടാമത്തെ ഗുണപാഠമേതോ? രണ്ടാമത്തെ ഗുണപാഠമേതോ? രണ്ടാമത്തെ ഗുണപാഠമേതാ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുകയാ, കാര്യബോധമുണ്ടല്ലോ, പക്വതയുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് ഉമർ തങ്ങളുടെ ജീവിതത്തിന്റെ കാരണമായിട്ട് കടന്നു വരേണ്ടതാ. ഒരിക്കലും എന്റെ പ്രിയമുള്ളവരെ ബിലാൽ തങ്ങളുണ്ടല്ലോ, ബിലാൽ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കളുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുകയാണ്. പടച്ചവനെ, ബിലാൽ തങ്ങളുടെ ശരീരമുണ്ടല്ലോ വേദനിക്കുകയാ, നൊമ്പരപ്പെടുകയാ. ബിലാൽ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ചോര വരികയാണ്. ബിലാൽ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ വേദനിക്കുകയാണ്. ബിലാൽ തങ്ങളതോ ശത്രുക്കളുടെ ആക്രമണമുണ്ടല്ലോ താങ്ങാൻ കഴിയാതെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. എന്നിട്ടതോ റസൂലുള്ളാഹിയോട് ബിലാലുണ്ടല്ലോ പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ എനിക്കൊരു പരാതിയുണ്ട് നബിയേ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട് നബിയേ. റസൂലുള്ളാഹിയോട് ബിലാലിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, യാ ഹബീബല്ലാഹ്, എന്റെ ശരീരം കണ്ടില്ല നബിയേ, എന്നെ ആക്രമിച്ചു നബിയേ, എന്റെ ശരീരത്തിൽ നിന്ന് ചോര വരുന്നുണ്ട് നബിയേ, എന്റെ ശത്രുക്കളുണ്ടല്ലോ ഉപദ്രവിച്ചു നബിയേ, നമുക്ക് അവരെ തിരിച്ച് അടിക്കണ്ട നബിയേ, തിരിച്ച് ദ്രോഹിക്കണ്ട നബിയേ, തിരിച്ച് ഉപദ്രവിക്കണ്ട നബിയേ. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, വേണ്ട ബിലാൽ, വേണ്ട ബിലാൽ, അവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, ക്ഷമിക്കണേ, അതിലൂടെ സ്വർഗമുണ്ടല്ലോ കരകരമാക്കണേ എന്നെ പ്രിയമുള്ളവരെ. ബിലാൽ തങ്ങളോട് റസൂലുള്ള പറയുമ്പോ ബിലാൽ തങ്ങളതാ കടന്നു പോവുകയാണ്. ബിലാൽ തങ്ങളെ ശരീരമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ വേദനിക്കുകയാണ്, വല്ലാതെ നൊമ്പരപ്പെടുകയാണ്, വല്ലാതെ അസഹനീയമാകുന്നു വേദനയതാ ബിലാൽ തങ്ങൾക്ക് കടന്നു വരുമ്പോ ബിലാൽ തങ്ങളതോ ഉമർ തങ്ങൾ
തങ്ങളുടെ ചാരത്തേക്ക് അതാ കടന്നു ചെല്ലുകയാണ്. ഖത്താബിന്റെ മകനാകുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതോ ഉമറിനോട് പറയുകയാ, ഉമറേ, ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുന്നുണ്ടല്ലോ, നമ്മളെ അടിക്കുന്നുണ്ടല്ലോ, നമ്മളെ ദ്രോഹിക്കുന്നുണ്ടല്ലോ, നമ്മളെ വല്ലാതെ ഇടങ്ങേറുകള് ആക്കുന്നുണ്ടല്ലോ. ഉമറേ, നമുക്ക് നമ്മളെ ശത്രുക്കളെ അതോ തിരിച്ചടിക്കണ്ടേ, ദ്രോഹിക്കണ്ടേ? ഉടമ്പന്നെ പടച്ചവരാ ഉമർ ഞങ്ങളതാ ബിലാൽ ഞങ്ങളോട് പറയുകയാണ്, ബിലാലേ, റസൂലുള്ളയോട് നീ പരാതി പറഞ്ഞോ, റസൂലുള്ളയോട് കാര്യം പറഞ്ഞോ. ഉടൻ തന്നെ ബിലാലിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഞാൻ റസൂലുള്ളയോട് പറഞ്ഞതാ, ഞാൻ ഹബീബിനോട് പറഞ്ഞതാ. ഉടൻ തന്നെ ഉമർ തങ്ങളതാ ചോദിക്കുകയാണ്, റസൂലുള്ളയോട് ചെന്നുകൊണ്ട് പരാതി പറഞ്ഞപ്പോ റസൂലുള്ള എന്താണ് പറഞ്ഞത്, ഹബീബ് എന്താണ് പറഞ്ഞത്? ഉടൻ തന്നെ അത് ബിലാൽ തങ്ങൾ പറയുകയാ, ആക്രമിക്കല്ലേ, ദ്രോഹിക്കല്ലേ, അവരെ ഉപദ്രവിക്കല്ലേ എന്നതാ റസൂലുള്ള പറഞ്ഞെന്ന് ബിലാൽ തങ്ങൾ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ വീണ്ടും എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, റസൂലുള്ള എന്താണോ പറഞ്ഞത് അതാണ് എന്റെയും പറച്ചിലെന്ന് ഖത്താബിന്റെ മകനാകുന്ന ഉമർ തങ്ങൾ പറയുമ്പോ, എന്ത് കാര്യങ്ങള് ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനമെടുത്താൽ റബ്ബേ കാര്യബോധമുണ്ടല്ലോ. ഉമർ തങ്ങൾക്ക് കടന്നു വരുന്നതോ, ഉമർ തങ്ങൾക്ക് കടന്നു വരുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, എന്ത് കാര്യങ്ങൾ ചെയ്താലും പക്വത എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. ഉമർ തങ്ങളുടെ ജീവിതത്തിലെ മൂന്നാമത്തെ അല്ലാഹുവേ ഗുണപാഠമേതോ, ഗുണപാഠമേതാ? അതവന്റെ പ്രിയമുള്ളവരെ കടന്നു വരേണ്ടതാ. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള ഉസ്താദുമാരുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള മുതഅല്ലിമീങ്ങളുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള മുഅല്ലിമീങ്ങളുണ്ടല്ലോ. അവര് ഖുർആൻ പഠിച്ചവരാ, അവര് കിതാബുകൾ ഓതിയവരാ, അവർ ഒരുപാട് പട്ടിണി കിടന്നവരാ, അവര് പരിശുദ്ധമാക്കപ്പെട്ട ദീനന്റെ പ്രിയമുള്ളവരാ, പഠിച്ചവരാ. അവരെ അതോ ബഹുമാനിക്കണേ, അവരെ നിങ്ങളെ തള്ളിപ്പറയാനും പാടില്ല, സയ്യിദന്മാരെ കുറ്റം പറയാനും പാടില്ല. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉമർ തങ്ങൾ അദബ് കാണിച്ചവരോ, ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരോ മറ്റുള്ളവരോട് അദബ് കാണിച്ചവരാണ്. അല്ലാഹുവേ, ഉമർ തങ്ങളുടെ ജീവിതത്തിലെ നാലാമത്തെ ഗുണപാഠമുണ്ടല്ലോ, ഏതെന്നറിയോ, ഏതെന്നറിയോ? ആദർശബോധമാണ് പ്രിയമുള്ളവരെ. ഉമർ തങ്ങളുടെ ജീവിതത്തിന്റെ നാലാമത്തെ ഗുണപാഠം ഏതെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുകയോ, ആദർശബോധമാ. പല ആളുകളും എന്റെ പ്രിയമുള്ളവരെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പേരിന് മാത്രം സുന്നിയാണല്ലോ, പേരിന് മാത്രം മുസ്ലിമാണല്ലോ. മോനെ, പേരിന് മാത്രം മുസ്ലിമിന്റെ പ്രിയമുള്ളവരെ ആയാല് പോരാ. ഉമർ തങ്ങളുടെ ചരിത്രം പഠിക്കുന്നവരെ പേരിന് മാത്രം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് നടന്നാല് പോരാ. മലബാർ നിങ്ങളൊരു കല്യാണം കണ്ടില്ലേ? മലബാർ നിങ്ങളൊരു കല്യാണം കണ്ടില്ലേ? ഒരു ചെറുപ്പക്കാരനതോ പെണ്ണിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് കടന്നു വന്നതെങ്ങനാ? സ്കൂൾ യൂണിഫോം അതോ ധരിച്ചുകൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവൻ മുസ്ലിമല്ലേ, അവൻ മുസ്ലിമല്ലേ, അവൻ മുസ്ലിമിന്റെ ആശയക്കാരനല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സുന്നിയായിട്ട് നടന്നാല് മാത്രം പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാല് മാത്രം പോരാ. എന്റെ പ്രിയമുള്ളവരെ, ആദർശബോധമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഉമർ തങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഗുണപാഠം ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. രണ്ട്, ഒരു പക്വത നമുക്കുണ്ടാകണം.
എന്ത് കാര്യം ചെയ്താലും നമുക്കൊരു കാര്യ ഗൗരവം നമ്മൾ ചെയ്യണ കാര്യത്തിൽ നമുക്കുണ്ടാകണം. 3 അദബ് നമുക്കുണ്ടാകണം. നമ്മുടെ ഉസ്താദ് അൽഹംദുലില്ലാ എത്രയോ വലിയൊരു പണ്ഡിതനാ. അല്ലാഹുവേ എന്തൊരു എളിമയാണെന്നറിയോ, കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കണ ഉസ്താദ് കൈപിടിച്ചു കൊണ്ടുവരണ, അതൊക്കെ ഉസ്താദുമാർക്കുള്ള സ്നേഹവും ബഹുമാനാണ്. ഞാൻ പറയുന്നത് ഉസ്താദുമാരെ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ നാട്ടിലെ കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ അവരൊരു സ്ഥാനത്തിരിക്കണവരാ, എന്നുണ്ടെങ്കിലും നമ്മളവരെ ബഹുമാനിക്കണം. നമ്മുടെ നാട്ടിൽ ഈ തലപ്പാവ് ധരിച്ച് നടക്കണ മുഅല്ലിമീങ്ങൾ, നമ്മൾ ചിലപ്പം പറയും പൊറോട്ട കെട്ടിട്ട് ചങ്ങാതിമാർ എങ്ങോട്ട് വന്നില്ലപ്പോൾ ചോദിക്കും അല്ലേ. ഇപ്പൊ ഞാനൊക്കെ പഠിക്കണ സമയത്ത് ഞങ്ങളൊക്കെ ഓതാൻ പോകുമ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, എന്തിനാടോ ഓതാൻ പോണേ, നിനക്ക് എന്ത് കിട്ടിയോടോ ഓതാൻ പോയാൽ എന്ത് കിട്ടും? ആ ചോദിച്ചവന്റെ വീടിന്റെ വാതിക്ക് നമ്മുടെ ഫോട്ടോ കൊണ്ട് പടച്ചോൻ വെച്ചെന്നുള്ളതാണ് ഏറ്റവും വലുത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയണത്, നമ്മൾ ചിലപ്പോൾ ഈ ചങ്ങാതിമാരെ പൊറോട്ട കെട്ടി മൗലിദിന് വരുമ്പോൾ 100 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് വരണതെന്നൊക്കെ നമ്മൾ പറയും. അതല്ല, അവർ നമ്മൾ ബഹുമാനിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. 4 എന്റെ പ്രിയപ്പെട്ടവരെ, ആദർശബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അള്ളാഹുവേ ഈ 4 ഗുണപാഠം ഞങ്ങളുടെ ജീവിതത്തിൽ, ഉമർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലേ, ഇപ്പൊ കേരളത്തിലേക്ക് നിങ്ങൾ പോയാൽ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്താ മുഖ്യമന്ത്രി വന്നാല് ഈ കറുത്ത കൊടി കാണിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. മുഖ്യമന്ത്രി വന്നാല് ഈ കറുത്ത കൊടി കാണിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഭരണാധികാരികളെ പറ്റിയിട്ട് പല പ്രശ്നങ്ങളാണ്. കർണാടകയിലും ഉണ്ടാകും, കേരളത്തിലുണ്ടാകും, UP-യിലും ഉണ്ടാകും, ബീഹാർ, എല്ലായിടത്തും പ്രശ്നമാണ്. ഭരണാധികാരികളെ പറ്റി പ്രശ്നമാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞത്, ഒരു കാലഘട്ടം, ഒരു ഭരണം കടന്നു വരണം. ആരുടെ ഭരണം? ഉമർ തങ്ങളുടെ ഭരണം വരണമെന്ന് മഹാത്മാഗാന്ധി പോലും പറഞ്ഞപ്പ എന്തേ പറയാൻ കാരണം? ഉമർ തങ്ങളുടെ ഭരണം എന്ന് പറയുന്നത് നീതിയായിരുന്നു അല്ലേ. ഇപ്പോ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നു, 2 പേരുണ്ട്. ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ട്, ഒരാളുടെ കയ്യിൽ പൈസ ഇല്ല. പാവപ്പെട്ട പാപ്പര്, APL കാർഡും ഇല്ല, BPL കാർഡും ഇല്ല, റേഷൻ കാർഡ് ഒന്നും ഇല്ല, ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ല. പാവപ്പെട്ട മഹലിൽ പോലും പേരുണ്ടാവില്ല. ഞാൻ പറയണത്, പടച്ചോനെ, ഈ 2 പേര് അവിടെ ചെന്നു, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസുകാരനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ തീർപ്പാക്കി തരാം. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, പോലീസ് പൈസ ഉള്ളവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഭരിച്ചാൽ അത് നീതിയല്ല, അത് അനീതിയാ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഉമറിന്റെ ഒരു കാലഘട്ടം നമുക്ക് വേണം. എന്തേ? ഉമറിന്റെ മുമ്പിൽ ഏത് വാപ്പമാര് കടന്നു, ഏത് വല്യാപ്പ എന്നിട്ട് കാര്യമൊന്നുമില്ല. ഉമറിന്റെ മുമ്പിലാണോ നീതി കിട്ടും. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇൻഷാല്ലാഹ് ബക്കറ്റ് പിരിവ, ബക്കറ്റ് പിരിവ, ബക്കറ്റ് ഇൻഷാല്ലാഹ്. ബാ മോനെ, ഇൻഷാല്ലാഹ് മോനെ, ബാ ഇങ്ങ് വാ. പോലെ മുമ്പിൽ നിന്ന് തുടങ്ങി ഇൻഷാല്ലാ. ബിസ്മീൻ ചൊല്ലിതാ മുമ്പിൽ നിന്ന് തുടങ്ങി. മുത്തലിങ്ങളുടെ മുമ്പിൽ ചെല്ലണ്ട, അവരുടെ ഇപ്പം ഉണ്ടാനല്ലേ ഇൻഷാല്ലാ. ബാക്കിയുള്ളവർ ഇങ്ങോട്ടല്ലടപ്പ, അവിടെ ചെന്നിട്ട് ഇവർക്ക് കന്നഡ ആയിരിക്കും അറിയണേ. ഇൻഷാല്ലാ അവിടെ ചെന്നിട്ട് സ്റ്റേജിൽ നിന്ന് തുടങ്ങി. ആരും തരാണ്ട് മേടിച്ചു, സ്റ്റേജിൽ നിന്ന് മേടിച്ചു, പൈസ മേടിച്ചാലും തരാണ്ട് മേടിച്ചു. ഇൻഷാല്ലാ ഇവിടെ നിന്ന് ഇൻഷാല്ലാ തുടങ്ങും. നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ ബക്കറ്റ് വരുമ്പോൾ ഇൻഷാല്ലാ എന്ത് ആത്മാർത്ഥമായി സഹകരിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലിക്കട്ടെ. ബിസ്മില്ലാ, എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണം. മക്കാമിലേക്കുള്ള അല്ലെ അൽഹംദുലില്ലാഹ് ഒരു ഫണ്ടാണ് ഇൻഷാഅല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. 2 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി കൊടുക്കണം. അല്ലാഹു റഹ്മത്ത് ഉസ്താദിന്റെ വിചാര സലാത്തില്ല, അപ്പം വെള്ളം എടുക്കാനാണ്. ഇൻഷാഅല്ലാഹ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഇൻഷാഅല്ലാഹ് അപ്പൊ ഈ 4 ഗുണപാഠം മനസ്സിലായോ? ഈ പറഞ്ഞ 4 ഗുണപാഠം എല്ലാവർക്കും മനസ്സിലായി. ഉമർ തങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായോ? അപ്പൊ ഇത്രയും നേരം തണുപ്പ് തൊച്ചിട്ടിട്ട് മനസ്സിലായില്ല? മനസ്സിലായോ? ഇൻഷാഅല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉമർ തങ്ങളുടെ ഭരണം നമ്മൾ പഠിക്കണം. ഇവിടെ പള്ളിക്കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്, മക്കാവിന്റെ പരിപാലകരൊക്കെ ഉണ്ട്, നാട്ടിലെ പ്രവർത്തകരുണ്ട്, ഞാനടക്കം
പല സ്ഥാപനത്തിനും വേണ്ടി ഓടുന്നവരാ. അപ്പൊ ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും ഗുണപാഠമാകുന്ന ഉമർ തങ്ങളുടെ ഭരണത്തിന്റെ കഥയാണ് ഇൻഷാ അല്ലാഹ് പറയണേ. ആ ഭരണത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉമർ തങ്ങളെ ഖബറിലേക്ക് വെക്കേണ്ട രംഗം ഇൻഷാ അല്ലാഹ് വഫാത്തിന്റെ രംഗം നമുക്ക് പറഞ്ഞു ഇൻഷാ അല്ലാഹ് പിരിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഏകദേശം ഒരു 10:50 ആവുമ്പോൾ ഞാൻ നിർത്തും. ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് 2 ദുആയും പറഞ്ഞു തന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പോകും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റാഹത്തിലാക്കട്ടെ. ഉമർ തങ്ങളുടെ ഭരണം എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ഭരണാധികാരിയല്ല, നമ്മുടെ നാട്ടിലെ പ്രവർത്തകരല്ല, നമ്മുടെ നാട്ടിലെ എന്റെ പ്രിയമുള്ളവരെ നിയമപാലകരല്ല. ആരെന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ കുറച്ചവരെ ഉമർ തങ്ങളുണ്ടല്ലോ നീതിമാനായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ നീതിമാനായിട്ട് ഭരണമുണ്ടല്ലോ കൈകാര്യം ചെയ്യുന്നതോ. ഒരിക്കലതാ പെൺകുട്ടി എന്റെ പ്രിയമുള്ളവരെ പാടുകയാണ് അൽഹംദുലില്ലാഹ്. മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലിരിക്കുന്ന പ്രവാസികളുണ്ടെങ്കിലോ ഈ പറയുന്ന ചരിത്രമുണ്ടല്ലോ പഠിച്ചുകൊള്ളുക. ഒരിക്കലതാ പെൺകുട്ടി എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ് എനിക്കൊരു ചെറുക്കനെ കിട്ടിയാൽ, എനിക്ക് വ്യഭിചരിക്കാൻ ഒരു ചെറുക്കനെ കിട്ടിയാൽ ഞാനവനെ വ്യഭിചരിക്കുന്നതോ. ഇസ്ലാമെങ്ങാനും അന്യപുരുഷനെ വ്യഭിചരിക്കാനെങ്ങാനും അനുവദിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരു പെൺകുട്ടി എന്റെ പ്രിയമുള്ളവരെ പറയുകയോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയുണ്ടല്ലോ ഞാനതോ വ്യഭിചരിക്കുന്നതാ. ഉടൻ തന്നെ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കേൾക്കുകയാണ്. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നിട്ടതോ പഠിച്ചവരെ ഹത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ പ്രിയപ്പെട്ട പൊന്നുമോള് ഹഫ്സയുണ്ടല്ലോ വിളിക്കുകയോ എന്നിട്ടതോ പറയുകയോ ഹഫ്സ ഒരു പെണ്ണിന് ഭർത്താവില്ലാതെ അവളുടെ വികാരമുണ്ടല്ലോ ശമിപ്പിക്കാൻ കഴിയുന്നത് എത്ര ദിവസമാ എത്ര മാസമാ. പഠിച്ചവനെ ഹഫ്സയുണ്ടല്ലോ നാണിക്കുകയാണ്. നാണിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളറയിലേക്ക് പ്രിയപ്പെട്ട പിതാവാണല്ലോ ചോദിക്കുന്നത്. ഹഫ്സയതാ കടന്നു പോവുകയോ. പഠിച്ചവരെ ഉമറതാ ധീരതയോടുകൂടി പറയുകയാണ് ഹഫ്സ ഇറങ്ങി വാ ഹഫ്സ, നിന്നോട് ചോദിക്കുന്നത് പിതാവല്ല ഹഫ്സ, ഇസ്ലാമിന്റെ ഖലീഫയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനാകുന്ന ഉമറാണ് ചോദിക്കുന്നത് ഹഫ്സ. ഹഫ്സ എന്ന പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. പഠിച്ചവനെ ഉമർ തങ്ങളതോ ചോദിക്കുകയോ എത്ര മാസമാണ് മോളെ ഒരു പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭർത്താവില്ലാതെ വികാരമുണ്ടല്ലോ ശമിപ്പിക്കാൻ കഴിയുന്നത് മോളെ. ഉടൻ തന്നെ ഖത്താബിന്റെ മകനാകുന്ന ഉമറിനോട് പ്രിയപ്പെട്ട പൊന്നുമോള് ഹഫ്സയുണ്ടല്ലോ പറയുകയോ 4 മാസമാണ് വപ്പോ. പഠിച്ചവനെ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ ഉടൻ തന്നെ അതോ പുതിയൊരു നിയമമുണ്ടല്ലോ കൊണ്ടുവരികയാ. നമ്മുടെ നാട്ടിലെ പട്ടാളക്കാര് 4 മാസത്തിലൊരിക്കലുണ്ടല്ലോ വീട്ടിലേക്ക് നിർബന്ധമായിട്ട് കടന്നു പോകണമെന്ന് ഖത്താബിന്റെ മകനാകുന്ന ഉമർ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇത്രത്തോളം നീതിമാനായിട്ട് മരിച്ച വേറെ ഒരു ഭരണാധികാരിയാരോ വേറെ ആരുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ് ഈ മനോഹരമാകുന്ന ചരിത്രങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രിയപ്പെട്ടവരോ പ്രാവർത്തികമുണ്ടല്ലോ ആക്കേണ്ടതോ. വീണ്ടും ഒരു പെൺകുട്ടി എന്ന പ്രിയമുള്ളവരെ പറയുകയാണ് ഇസ്ലാമിനെ കള്ളങ്ങാനം നിർബന്ധമാക്കിയാൽ കള്ളങ്ങാനം ഹലാലാക്കിയാൽ ആ കള്ളനിക്ക് കുടിക്കാമല്ലോ. ഒരു പെൺകുട്ടി എന്റെ പ്രിയമുള്ളവരെ ഖത്താബിന്റെ മകനാകുന്ന ഉമറിന്റെ ഭരണകാലത്ത് പറയുകയാ
എന്നിട്ടാ പെൺകുട്ടി എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരയാകുന്നു നസ്റുബ്നു ഹജ്ജാജ് ഉണ്ടല്ലോ, നസ്റുബ്നു ഹജ്ജാജിനെ എനിക്ക് കിട്ടിയാൽ അവനെ വ്യഭിചരിക്കാമല്ലോ, അവനുമായിട്ട് ലൈംഗിക ബന്ധത്തില് ഏർപ്പെടാമല്ലോ. ഇതാ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഈ പെണ്ണിന്റെ വാക്കുകളുണ്ടല്ലോ അറിയുകയാ. ഉമർ തങ്ങൾ അതാ ഊരിപ്പിടിച്ച വാളെടുത്തുകൊണ്ട് പറയുകയാണ്, ഈ ഉമറിന്റെ ഭരണകാലത്തില് അങ്ങനെ ഒരു സംഭവമുണ്ടല്ലോ, സംഭവിക്കൂല. ഉമർ തങ്ങളുടെ നസ്റുബ്നു ഹജ്ജാജിനെ എന്റെ പ്രിയമുള്ളവരെ വിളിക്കുകയാണ്. എന്നിട്ടാ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നസ്റുബ്നു ഹജ്ജാജ് നിന്നെ കാണാൻ സൗന്ദര്യവാനാ, നിന്നെ കാണാൻ സുന്ദരനാ, നിന്നെ കാണാൻ എന്തൊരു അഴകാ. അതുകൊണ്ട് മോനെ നിന്റെ തലയുടെ മുടിയുണ്ടല്ലോ നീയൊന്നും മറക്കണ്ടതോ, നീ ഒരു കിരീടമതാ എടുത്തുകൊണ്ട് വെക്കേണ്ടതാണ്. നസ്റുബ്നു ഹജ്ജാജിന്റെ പ്രിയപ്പെട്ടവരെ കിരീടം വെച്ചുകൊണ്ട് ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ പടച്ചവരെ ആ ചെറുപ്പക്കാരന്റെ സൗന്ദര്യമുണ്ടല്ലോ കൂടുകയാ, വർണ്ണിക്കുകയാ, വല്ലാതെ അധികരിക്കുകയാണ്. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നസ്റുബ്നു ഹജ്ജാജിനോട് പറയുകയാണ്, നീ നിന്റെ തലയിൽ നിന്ന് കിരീടം മാറ്റിയിട്ട് നിന്റെ മുടിയുണ്ടല്ലോ മൊട്ടയടിച്ചുകൊണ്ട് കടന്നു വരാൻ പറയുകയാണ്. നിന്റെ മുടിയുണ്ടല്ലോ ഇതിങ്ങനെ മുഴുവനായിട്ടും കളഞ്ഞിട്ട് എന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വരണേ. ഉടൻ തന്നെ എന്റെ പ്രിയമുള്ളവരെ നസ്റുബ്നു ഹജ്ജാജ് ഉണ്ടല്ലോ കടന്നു പോവുകയാണ്. എന്നിട്ടതോ പടച്ചവരെ മുടിയെല്ലാം കളഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ എന്തോ ഒരു അഴകാണെന്നറിയോ, എന്തോ ഒരു സൗന്ദര്യമാണെന്നറിയോ നസ്റുബ്നു ഹജ്ജാജിനെ കാണാൻ ഉമർ തങ്ങൾ പറയുകയോ, ഇനി നീ നിൽക്കണ്ട, ഈ നാട്ടില് നീ നിൽക്കണ്ട. ഉടൻ തന്നെ നസ്റുബ്നു ഹജ്ജാജിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, എന്തിനാണ് ഉമറേ, എന്തിനാണ് ഉമറേ ഞാനിവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഉടൻ തന്നെ ഉമറിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ചെറുപ്പക്കാരോ നിന്നെ അതാ നാട്ടിലെ പെൺകുട്ടികൾ കണ്ടാൽ വ്യഭിചരിക്കാൻ കൊതിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനേക്കാ പെണ്ണുങ്ങള് പോകാൻ പാടില്ലോ, പോകാൻ പാടില്ല. നിന്നെ ഏതോ നാട് കടത്തുകയോ നിന്റെ ചെലവുണ്ടല്ലോ ഉമറതോ നോൽക്കുന്നതോ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശമെന്റെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിച്ചെന്ന് ഉമർ തങ്ങളുടെ ചരിത്രം പറയുമ്പോ ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ്, ഉമർ തങ്ങളുടെ വഫാത്തിന്റെ മുമ്പ് എന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങളുടെ മനോഹരമാകുന്ന മരണത്തിന്റെ ഒരു ഗുണപാഠമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള മുഅല്ലിമീങ്ങളോട് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന പരിപാലകരോട് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന നാട്ടുകാരോട് പറയുകയാണ്, നല്ല മരണം എന്റെ പ്രിയപ്പെട്ടവരെ കാഴ്ചവെക്കേണ്ടതാണ്. നമ്മുടെ നാട്ടില് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകട്ടെ, അതിലെന്റെ പ്രിയമുള്ളവരെ തളരോ പാടില്ല. ഉമർ തങ്ങളെ പോലെ നീതിമാനായ ഭരണാധികാരികളാകാൻ എന്റെ പ്രിയമുള്ളവരെ കഴിയേണ്ടതോ കഴിയേണ്ടതോ എന്തുണ്ടെങ്കിലും ഉമർ തങ്ങള് നീതിമാനായിട്ടാ ഭരിച്ചിരുന്നേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ പള്ളിയിലെ ഖത്തീബ് ഒരു ഭരണാധികാരി അല്ലേ? പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഒരു ഭരണാധികാരിയാണ്, ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ ഒരു ഭരണാധികാരിയാ, ഉസ്താദെ ഇവിടുത്തെ കമ്മിറ്റിക്കാര് ഒരു ഭരണാധികാരിയാ. ഞങ്ങൾക്കൊന്നും അതാകാൻ പറ്റൂലല്ലോ, ഞങ്ങൾക്കൊന്നും അതാകാൻ പറ്റില്ലല്ലോ എന്ന് എന്ത് പറയും? ചില ആളുകൾ പറയും, ഇപ്പൊ ഞങ്ങൾക്ക് വോട്ടിന് നിൽക്കാൻ പറ്റൂല ഉസ്താദെ, ഞങ്ങൾക്ക് ഇലക്ഷന് നിൽക്കാൻ പറ്റൂല ഉസ്താദെ, ഞങ്ങൾ പള്ളി പരിപാലിക്കാനുള്ള ആളുകളല്ല ഉസ്താദെ എന്ന് ചിലപ്പോൾ ചില ആളുകൾ പറയും. ഞാൻ പറയണത്, നല്ല ഭരണാധികാരികൾ പള്ളിയിലല്ലാകേണ്ടത്, നല്ല ഭരണാധികാരികൾ നാട്ടിലല്ലാകേണ്ടത്, നല്ല ഭരണാധികാരികൾ സ്വന്തം വീട്ടിലാകണം. അല്ലാഹു ഈമാൻ നൽകട്ടെ. എടാ നിന്റെ ഭാര്യയും മക്കളുടെയും മുമ്പിൽ നീ ഒരു നല്ല ഭരണാധികാരിയാകണം. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കപ്പ. ഭർത്താക്കന്മാർ എല്ലാവരും പൊട്ടി മുളച്ചതാ,
ഉണ്ടോ ഭർത്താക്കന്മാര്? ഉണ്ടോപ്പാ? ഉണ്ടോ? ആ ഉണ്ട്. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അരപ്പ 3 കൂട്ടം ഭർത്താക്കന്മാര് കാമുകന്മാരല്ല, കാമുകിമാരല്ല. വാട്സപ്പിൽ ചാറ്റ് ചെയ്ത താത്തല്ല. അരപ്പ സ്വന്തം ഭാര്യ. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് 2ാമത്തെ വിഭാഗം ആരെന്നറിയോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിൽ കൂട്ടി നിൽക്കണ ചങ്ങാതി ഏതാ? അവനാണ് നരകത്തിലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഇപ്പൊ കർണാടകയിൽ സീരിയൽ ഉണ്ടോ? ഉണ്ടപ്പ കർണാടകയിൽ സീരിയല് അറിയത്തില്ല ആർക്കും. കർണാടകയിൽ സീരിയൽ ഉണ്ടോ? ഉണ്ട്. ചില ആളുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയണത് കർണാടകയിൽ സീരിയൽ ഉണ്ടാവും. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ നമ്മുടെ ഭാര്യ സീരിയല് കാണുക, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സീരിയല് കാണുക. ആ സമയത്ത് സ്വന്തം ഭാര്യയോടും മക്കളോടും പറയണം അത് ഓഫാക്കാൻ. അത് പറയാൻ തന്റെ ഇടമില്ലെങ്കിൽ നീ നരകത്തിലേക്കുള്ള ഭർത്താവ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലേ? ഞാൻ പറയണത് സ്വന്തം ഭാര്യ നിനക്ക് ചില ആളുകൾ പറയും എന്റെ ഭാര്യയെ ഞാൻ വരച്ചെടുത്ത് നിർത്തും, പക്ഷെ ഭാര്യ വരക്കേണ്ടി വരും. ഗ്രഹിക്കട്ടെ. നമ്മൾ പറയാനെടുത്ത് നമ്മുടെ ഭാര്യ നിൽക്കണം. നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു ഭരണാധികാരിയാക്കണം. അള്ളാഹുവെ പടച്ചവനെ, നല്ലൊരു കുടുംബം അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. ഞാൻ ഇടയ്ക്കൊരു ചങ്ങാതിയുടെ അടുത്ത് ചോദിച്ചു, നിന്റെ പെണ്ണ് കെട്ട് കഴിഞ്ഞു, നിന്റെ കല്യാണം കഴിഞ്ഞാന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു ഉസ്താദെ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്തപ്പ അത് കഴിയാത്തത്? അത് ഉസ്താദെ നാട്ടിലുള്ള ആളുകളൊക്കെ എന്നെ കല്യാണം മുടക്കുക, അപ്പൊ എനിക്ക് നടക്കണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ചങ്ങാതി, നിനക്ക് എങ്ങനത്തെ പെണ്ണിനെ ആഗ്രഹം? എന്താ പറഞ്ഞേ? നിനക്ക് എങ്ങനത്തെ പെണ്ണിനെ ആഗ്രഹം? അപ്പൊ ഈ ചങ്ങാതി എന്നോട് പറയും, ഉസ്താദെ എനിക്ക് ഒരു മലയാളത്തിലൊരു സിനിമാ നടിയുടെ, ഞാൻ മക്കാമുള്ളതുകൊണ്ട് പറയണില്ല, ഒരു മലയാളത്തിലെ സിനിമാ നടിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് ഓൾഡ് മുടിയുടെ വലിപ്പമുള്ള പെണ്ണിനെ കിട്ടണം ഉസ്താദെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയണത് കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടുപോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടുപോയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇപ്പോഴേ വാട്സപ്പിൽ കൂടെ വളക്കണേ. വാട്സപ്പിൽ കൂടെ ഓളെ ഇങ്ങനെ അല്ല. ഇപ്പം ഈ വഴുത് കേൾക്കാൻ വേണ്ടി ചില ഉമ്മമാര് സ്വന്തം മക്കളെ വിളിക്കും, ദാരിമി വരണുണ്ട്, അല്ലെങ്കിൽ നെയ്മി ഉസ്താദ് വരണുണ്ട്, അങ്ങനെ വിളിക്കണ സമയത്ത് സ്വന്തം മോള്, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആണല്ലോ, യൂട്യൂബിൽ ലൈവ് ആണല്ലോ. അപ്പൊ സ്വന്തം മോള് പറയും, ഇല്ലപ്പാ ഞാൻ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ലൈവ് കണ്ടോളാം. അങ്ങനെ താത്ത വഴുത് കേൾക്കാൻ പള്ളിയിൽ വരും, കുഞ്ചിലയിൽ വരും, അല്ലെങ്കിൽ കാസർഗോഡ് വരും, മംഗലാപുരത്ത് വരും. പടച്ചോനെ വഴുത് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. മോളിങ്ങനെ യൂട്യൂബിൽ ലിങ്ക് എടുത്തിട്ട് കുഞ്ചില മക്കാമുറു ആഷിഖ് ദാരിമി ആലപ്പുഴ എന്ന് പറഞ്ഞ ഇങ്ങനെ അടിച്ച് ലൈവ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും മുകളിൽ ഒരു മെസ്സേജ് വരണത്. ആരുടെ? കാമുകന്റെ. ഒരു ലവിന്റെ ചിഹ്നം വരും. ഓളെടുക്കും, വാട്സപ്പിൽ ചാറ്റിംഗ് ആവും, പിന്നെ ചീറ്റിംഗ് ആവും, പിന്നെ വൈറ്റിലും ആകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഞാൻ വെറുതെ പറയണതല്ല, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കർണാടകയിൽ പൊളാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കർണാടകയിൽ പൊളാലി എന്ന് പറഞ്ഞ പൊളാലിയ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വഴുത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മലപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോവാ. അപ്പൊ പിറ്റേ ദിവസം രാവിലെയാണ് ട്രെയിൻ. പരശുരാമൻ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരുന്നു. രാവിലെ തണുപ്പായതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറിയിരുന്ന സമയത്ത് എന്റെ തൊട്ടപ്പുറത്തെ സീറ്റില് ഒരു മുസ്ലിം പെൺകുട്ടി വന്നിരുന്നു. അപ്പൊ നിങ്ങൾ ഈ ഉസ്താദ് എന്താ ഈ പെണ്ണിനെ നോക്കാൻ പോയതാണെന്ന് ഞാൻ കണ്ടതാ. ഈ പെൺകുട്ടി ഇങ്ങനെ വന്നിരുന്നു. ട്രെയിൻ ഇങ്ങനെ നീങ്ങിയപ്പോ ഒരു സ്കൂൾ ബാഗ് ഒക്കെ ഇട്ടൊരു ചെറുപ്പക്കാരനും കടന്നു വന്നിട്ട് ഈ ചങ്ങാതി ഈ പെണ്ണിന്റെ മടിയിൽ ഇങ്ങനെ തലയും വെച്ച് ഇങ്ങനെ കിടക്കുക. ട്രെയിൻ നീങ്ങുമ്പോ ട്രെയിനിന് ഹോൺ അടിക്കണത് പോലെ ഈ ചങ്ങാതി ഈ പെണ്ണിന്റെ പല ഭാഗത്തും കയറി ഇങ്ങനെ പിടിച്ച് തോണ്ടുന്നു മാതുന്ന. ആ പെണ്ണിനെ വെറുതെ ഇരുത്തറില്ല. കാമുകനും കാമുകിയാ. പഠിച്ചോനെ, ഈ പെണ്ണിന്റെ കൂട്ടുകാരികൾ തൊട്ടപ്പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. കോഴിക്കോട് എത്താൻ പോയപ്പോ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരികളെ വിളിക്കാൻ വേണ്ടി കൂട്ടുകാരികളുടെ വാപ്പമാർ എന്ത് ചെയ്തു? സ്റ്റേഷനിൽ വന്നു. അതാര് കണ്ട്? ഈ ബന്ധത്തിൽ ഏർപ്പെടുന്ന 2 പേര് കണ്ടു. ഉടൻ തന്നെ ആ ചങ്ങാതി ആ വാപ്പമാര് കാണാതിരിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മാന്യനായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്നും ചെയ്യാത്ത പോലെ. അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ വലിയ സൂഫിയ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ട്രെയിൻ നീങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെയും ആ പെണ്ണിന്റെ മടിയിൽ പോയി ഇങ്ങനെ തലയും വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ആലോചിച്ചത്, പഠിച്ചവനെ, ആ ചെറുക്കനെ അല്ല, ആ പെണ്ണിനെ കെട്ടുന്നവന്റെ ഗതികേടാ. ആക്രിക്കടയിൽ കൈയിട്ടാൽ ഇപ്പൊ എന്താ അവസ്ഥ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് വല്ല കാര്യണ്ടപ്പാ. കുടുംബജീവിതമല്ലേ, അള്ളാഹു റാഹത്തിലാക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയണത്, കുടുംബത്തിൽ നമ്മൾ നല്ലൊരു ഭരണാധികാരിയാകണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാനൊരു ദുആ പഠിപ്പിച്ചാർട്ടെ. നല്ല മക്കളെ കിട്ടാൻ
നല്ല ഇണകളെ കിട്ടാൻ, നല്ല ഭർത്താവിനെയും ഭാര്യനെയും കിട്ടാൻ ഖുർആനിൽ ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. ഏതാ 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 ചില ആളുകൾ പറയും, ഉസ്താദേ എന്റെ കല്യാണം ഇങ്ങനെ പല ആളുകളും മുടക്കിക്കൊണ്ടിരിക്കുക ഉസ്താദേ എന്ന് പറയും. ഞാൻ പറയണത്, എടാ ഏത് വാപ്പ നിന്റെ കല്യാണം മുടക്കിയാലും അള്ളാഹു മുടക്കൂല ഈ ദുആ ചെയ്താൽ. കാമുകന്മാരെല്ലാം ദുആ ചെയ്യണ്ടേ, കെട്ടാനായവരാ ദുആ ചെയ്യണ്ടേ. നല്ല ഉസ്താദെ 5 കൊല്ലമായി ഉസ്താദെ 10 കൊല്ലമായി ഉസ്താദെ മക്കളില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ടാകും. ഈ പറയുന്ന ദുആ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹു നല്ല മക്കളെ നൽകും. ഏതാ 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 അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു എന്ത് ചെയ്യും? എന്തിയപ്പാ അല്ലാഹു നല്ല ഇണകളെ നൽകും, അല്ലാഹു നല്ല മക്കളെ നൽകും. അപ്പൊ കെട്ടിയവര് ചോദിക്കും, ഉസ്താദേ ഞങ്ങൾ കെട്ടിപ്പോയില്ലപ്പ ഇനി എന്താ അവസ്ഥയാണ്? ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാര് വേണ്ടവരെന്ന് കൈപൊക്കിയ? നല്ല ഭാര്യമാരെ വേണ്ടവരെന്ന് കൈപൊക്കിയ? നല്ല നല്ല ഫാത്തിമ ബിയുടെ സ്വഭാവമുള്ള ആർക്കും വേണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ കുറെ കെട്ടിയ ചങ്ങാതിമാരെ കൈവക്കിയത് നല്ല ഭാര്യ വേണം. എന്താ പറയാ, കെട്ടിയ ചങ്ങാതിമാര് പറയാ ഉസ്താദ് നല്ല ഭാര്യമാരെ വേണം, കെട്ടിയിട്ട് കൊടുക്കണ്ട. അതുകൊണ്ടാ പറഞ്ഞു ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഉമർ തങ്ങൾ എങ്ങനെയാണോ ഇസ്ലാമിന്റെ ഭരണാധികാരിയായത്, അതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ഭരണാധികാരിയാകാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകട്ടെ. അവസാനത്തെ ഭാഗമാണ് ഉമർ തങ്ങളുടെ വഫാത്തിന്റെ രംഗം. പഠിക്കല്ലേ? അതെനിക്ക് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങളുടെ പേര് പറയുമ്പോൾ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നിന്ന് ആവേശത്തോടെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവരോട് പറയുകയാണ്, അവസാനത്തെ ഭാഗമോ ഈ തണുപ്പിലും എന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങളുടെ ചരിത്രം പറയുമ്പോ രക്തം തിളക്കുന്ന പ്രിയപ്പെട്ട കുഞ്ചിലക്കാരെ, രക്തം തിളക്കുന്ന പ്രിയപ്പെട്ട കർണാടകക്കാരോട് പറയുകയാണ്, മോനെ ഉമർ തങ്ങൾ വിട പറയോ പോവുകയോ? പഠിച്ചവനെ ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. 2 ദുആ ഉണ്ട് മോനെ. ഒന്നാമത്തേതോ എന്നെ ഷഹീദായി മരിപ്പിക്കണേ അല്ലാഹ്. രണ്ടാമത്തെ ദുആ ഏതാണ് പ്രിയമുള്ളവരെ? അല്ലാഹുവേ എന്റെ മരണമുണ്ടല്ലോ ബലദി റസൂലില്ലാഹ് വജഅൽ മൗതി ഫീ ബലദി റസൂലില്ലാഹ്. ഉമറിനൊരു മരണമുണ്ടെങ്കിലല്ലോ, ഉമറിനൊരു മരണമുണ്ടെങ്കിലല്ലോ അത് റസൂലുള്ളാഹിയുടെ മണ്ണിലാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ സുബഹിക്കതോ നമസ്കരിക്കാൻ കടന്നു വരികയോ? പഠിച്ചവരെ, ഉമർ തങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്തിങ്ങനെ പള്ളിയുടെ ഉള്ളിന്റെ ഉള്ളറയില് ഉമർ തങ്ങൾ ഇങ്ങനെ വരാനായിട്ട് നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവേ ഉമർ തങ്ങളതോ കടന്നു വരികയോ? ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഇഖാമത്തതോ കൊടുക്കുകയോ? ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ സഫദാ റെഡിയാക്കുകയാണ്. ഉമർ തങ്ങൾക്ക് സഫിലെന്റെ പ്രിയപ്പെട്ടവരെ വിടവുണ്ടാകുന്നത് ഇഷ്ടമല്ല, ഇഷ്ടമല്ല. ഉമർ തങ്ങളതാ സഫുകളെന്റെ പ്രിയമുള്ളവരെ ശരിയാക്കിയിട്ട് അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട സുബഹിക്കതോ ഇമാമ് നിൽക്കുകയോ? പഠിച്ചവരാ സുബഹിക്കന്റെ പ്രിയപ്പെട്ടവരെ ഇമാമ് നിന്നിട്ട് ഉമർ തങ്ങളതോ ഫാത്തിഹ ഓതുകയാണ്. രണ്ടാമത്തെ റക്അത്തിലുണ്ടല്ലോ, ഒന്നാമത്തെ റക്അത്തിലുണ്ടല്ലോ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തതോ ഓതുകയോ? ഉമർ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്ന് സൂറത്ത് ത്വാഹയുണ്ടല്ലോ ഓതുകയോ? ത്വാഹ എന്ന് പറയുന്ന മനോഹരമാകുന്ന ആയത്തുകളോ പഠിച്ചവനെ ഉമർ തങ്ങൾ ഓതുകയോ? ഉമർ തങ്ങളെ കൊല്ലാനായിട്ട് ശത്രുവിന്റെ പ്രിയമുള്ളവരെ നേരത്തെ തന്നെ അതോ സഫിരതാ തടിച്ചുകൂടുകയാണ്. ഉമർ തങ്ങൾ ഖുർആനിന്റെ പ്രിയമുള്ളവരെ ഓടുന്ന സമയത്ത് ഒരു നീചനായ വ്യക്തിയുണ്ടല്ലോ ഉമർ തങ്ങളെ കൊല്ലാനായിട്ട് കടന്നു വരികയോ? എല്ലാവരും അതോ പടച്ചവന്റെ ദർബാറിലേക്ക് പേടിച്ചു
നേരം കഴിച്ചുകൊണ്ട് അതുപോലെ ഇഖ്ലാസോടെ നമസ്കരിക്കുമ്പോ ശത്രുവതോ ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് കടന്നു വരികയാണ്. പടച്ചവനെ വിഷമിങ്ങനെ പുരട്ടിയ കത്തിയുമായിട്ട് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് ഉമർ തങ്ങളുടെ പുറകിലൂടെ കുത്തുകയോ. പടച്ചവരെ ഉമർ തങ്ങളെന്റെ പ്രിയമുള്ളവരെ താഴത്തേക്ക് ഇങ്ങനെ വീഴുകയാണ്. ഒരു മലയിങ്ങനെ പതിക്കുന്നത് പോലെ ഉമർ ഇങ്ങനെ വീഴുകയോ. പടച്ചവനെ അല്ലാഹുവേ കുത്തിയ ശത്രുവുണ്ടല്ലോ ഓടുകയോ. സഹാബത്തിന്റെ പ്രിയമുള്ളവരെ നമസ്കരിക്കുകയാണ്. പടച്ചവനെ ഉമർ തങ്ങളുണ്ടല്ലോ താഴെ ഇങ്ങനെ ചോർന്നു മാർന്നുകൊണ്ട് കിടക്കുകയാണ്. ചോര മാർന്നുകൊണ്ട് പേടിച്ച് വറങ്ങലിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവേ ഇസ്ലാമിന്റെ ധീരപോരാളി ഉമറുണ്ടല്ലോ പടച്ചവനെ കിടക്കുകയോ. നിസ്കാരത്തിലതാ സഹാബത്തതാ സലാം വീട്ടുമ്പോ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനതാ കടന്നു വരികയാണ്. എന്നുള്ളതോ ഉമർ തങ്ങളെ എന്ന പ്രിയമുള്ളവരെ മടിയിലേക്ക് കിടത്തുകയോ. ഉമർ തങ്ങളതോ എണ്ണീച്ചുകൊണ്ട് പൊന്നുമോനോട് ചോദിക്കുകയാണ്, മോനെ നമസ്കാരം പൂർത്തിയാക്കിയോ? നമസ്കാരം പൂർത്തിയാക്കിയോ? ഇടം തന്നെയാ പൊന്നുമോനെന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, അപ്പോ നമസ്കാരമുണ്ടല്ലോ അത് പൂർത്തിയാക്കി വപ്പോ. നിറഞ്ഞിരിക്കുന്ന കുഞ്ചിലക്കാരോട് പറയുകയാണ്, ഉമർ തങ്ങളുടെ മരണത്തിന്റെ ഭാഗമോ ഉമർ തങ്ങളുടെ വഫാത്തിന്റെ ഭാഗമാണ്. ഉമർ തങ്ങളല്ലോ അല്ലാഹുവേ കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുകയാണ്, മോനെ ഈ വാപ്പിച്ചെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഈ വാപ്പിച്ചിയുടെ മയ്യത്ത് റസൂലുള്ളാഹിയുടെ ചാരത്ത് നീ എന്ന് അടക്കാൻ ശ്രദ്ധിക്കുമോ? നീ എന്ന് അടക്കാൻ ശ്രദ്ധിക്കുമോ? അതൊന്ന് ആയിഷ ഉമ്മയോട് ചോദിക്കുമോ? പടച്ചവനെ ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് വേദന എടുത്തുകൊണ്ട് പറയുമ്പോ അല്ലാഹുവേ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ ആയിഷ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് കണ്ട് പറയുകയാണ്, ആയിഷ ഉമ്മ, ആയിഷ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പിതാവിന് റസൂലുള്ളാഹിയുടെ ചാരത്ത് അന്തിയുറങ്ങാൻ ആഗ്രഹമുണ്ട്. ഉടൻ തന്നെ ആയിഷ ഉമ്മയതാ പറയുകയാണ്, ഉമറല്ലാതെ വേറെ ആർക്കാണ് അതിന് അംഗീകാരമുള്ളത്, അത് അനുവാദമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ ആയിഷ ഉമ്മയുടെ സന്തോഷ വാർത്തയുണ്ടല്ലോ പറഞ്ഞു കൊടുക്കുകയോ. ഉമർ തങ്ങൾ വീണ്ടും അതാ പറയുകയാണ്, ഒന്നും കൂടി കടന്നുപോണ് ആയിഷ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നുപോണ്. അവിടെ ചെന്ന് കണ്ടെന്ന് ചോദിക്കണേ, സമ്മതമാണോ? സമ്മതമാണോ? പടച്ചവനെ ആയിഷ ഉമ്മയതാ സമ്മതം കൊടുക്കുകയാണ്. ഇനി എന്റെ ചാരത്തേക്ക് കടന്നു വരണ്ട, അതെനിക്ക് സഹിക്കാൻ കഴിയൂല. ഉമർ തങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ വേദന എടുത്തുകൊണ്ട് കിടക്കുമ്പോ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനതോ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ടതോ പറയുകയോ, വാപ്പാ ആയിഷ ഉമ്മാക്ക് സന്തോഷമാ, അനുവാദമാ. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ വിട പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ധീര പോരാളിയുണ്ടല്ലോ വിട പറയുകയോ, വിട പറയുകയോ. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കിടക്കുന്നത് വിടാ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്താണ് പ്രിയപ്പെട്ടവരെ, ഹബീബിന്റെ ചാരത്തോട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ റസൂലുള്ളാഹിയുടെ ചാരത്ത് കടന്നു ചെന്നിട്ട് ഉമർ തങ്ങളോടുള്ള പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് ആർജവത്തോടെ ആഗ്രഹത്തോടെ കണ്ണുനീരോടെ സലാം പറയുന്നവരോട് പറയുകയാ, എത്ര വലിയ തെറ്റുകൾ നിങ്ങൾ ചെയ്താലും എത്ര വലിയ ഹറാമുകൾ നിങ്ങൾ ചെയ്താലും ഈ കുഞ്ചില മക്കാമിൽ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, കണ്ണിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, വിചാരത്തിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, അവസാനം ഇസ്ലാമിന്റെ ഖലീഫയായെങ്കിലോ ഈ സ്വർഗത്തിന്റെ വേദിയിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, ഇവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇറങ്ങുമ്പോ ഉമർ തങ്ങളെ പാപങ്ങൾ പൊറുപ്പിച്ചതുപോലെ നമ്മുടെ പാപങ്ങളുണ്ടല്ലോ
പൊറപ്പിച്ചു കൊള്ളുക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമീന് പറഞ്ഞു. അല്ലാഹുവേ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന പാവങ്ങളല്ലോ, ഉമർ തങ്ങളുടെ പൊരുത്തം കൊടുക്കണേ അല്ലോ, ഉമർ തങ്ങളുടെ മദത് കൊടുക്കണേ അല്ലോ, ഉമർ തങ്ങളോടൊപ്പം റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലെ കടക്കോർ സൗഭാഗ്യ തരണേ അല്ലോ, സൗഭാഗ്യ തരണേ അല്ലോ. അല്ലാഹു സ്വീകരിക്കട്ടെ.